ഭയങ്കര സൂപ്പറാണ് ഈ കേക്ക് കാണാനും കഴിക്കാനും. കണ്ടോ ഭയങ്കര സ്മൂത്തുമാണ്, ആവശ്യത്തിന് മധുരവും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഈ അളവൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് തന്നെ ഈ കേക്ക്. ഇത് ഐസിങ് ഒന്നും വേണ്ട ഇതിന്, കാരണം അല്ലെങ്കിൽ തന്നെ കാണാൻ ഭംഗിയാണ് ഈ കേക്ക്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നമ്മളിന്ന് ഒരു വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം മാർബിൾ കേക്ക് എന്നൊക്കെ പറയുന്ന കേക്ക്, സീബ്ര കേക്ക് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയത്തില്ല, നല്ല ഒരു വാനില ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും ഇങ്ങനെ ലൈൻ ചെയ്ത് വരുന്ന കേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിലും ചെയ്യാം, കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. രണ്ടായാലും ഒരേ റിസൾട്ടാണ്. ഇന്നിപ്പോൾ കുക്കറിലല്ല, ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്ത് കാണിക്കുന്നത്. കുക്കറിൽ വേണമെങ്കിൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു കേക്ക് ചെയ്തില്ലായിരുന്നു, ഒരു ബിസ്ക്കറ്റ് വെച്ച് ഒരു കേക്ക്. അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നിങ്ങളങ്ങ് ബേക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക എങ്ങനെയാണത് കുക്കറിൽ ചെയ്യുക എന്നുള്ളത്. വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ കേക്ക് വാങ്ങുമ്പോൾ നമുക്ക് ടെൻഷനല്ല, ഇതിൽ എന്തൊക്കെ സ്റ്റെബിലൈസേഴ്സാണ്, എന്തൊക്കെ കെമിക്കൽസാണ്, പ്രിസർവേറ്റീവ്സാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചതാണ്. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് 1.25 കപ്പാട്ടോ ഉള്ളത്. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ് പൗഡേർഡ് ഷുഗർ 1.25 കപ്പ്. പാല്, നമ്മുടെ പാല് 1 കപ്പ്. 2 മുട്ട. ബട്ടർ ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. ഈ ബട്ടർ ഞാനൊരു 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ നല്ല പാടായിരിക്കും, ബീറ്റായി വരത്തില്ല അത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ആണ്ടേ, കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ആണ്ടേ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഓക്കെ. പിന്നെ നമുക്ക് വാനില എസൻസ് വേണം, അത് 1 ടീസ്പൂൺ മതി. ഈ മുട്ടയുടെ ഒരു ഇത് വരുമല്ലോ, ഒരു ഉളുപ്പ് ചെവ, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാനില എസൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള പൊടി ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചെടുക്കണം. ഒരു 2 വട്ടം 3 വട്ടമൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഈ കട്ടയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇത് കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ശരി, നമുക്ക് ആദ്യം അരിച്ചെടുക്കാം. മൈദ, നമ്മൾ 1.5 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒപ്പം നമുക്ക് അരിച്ചെടുക്കാം. 2 വട്ടമെങ്കിലും അരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്താണ് ശരിക്കും മെൽറ്റായിട്ടുണ്ട്, നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പം പിന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഈ ഒത്തിരി കൊഴുപ്പ് കൂടുന്ന അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് എപ്പോഴെന്ന് പറയുന്നത് ഇതിന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വിസ്ക് ഉണ്ടല്ലോ അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്കിനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച പഞ്ചസാരയില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് അങ്ങനെ കുറേശ്ശെ തട്ടിയിട്ട് കൊടുത്താൽ മതി.
ഈ സമയത്ത് ഇങ്ങനെ നല്ലോണം ബീറ്റായിട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ലേശം 1 ടീസ്പൂൺ പാലോ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ ബീറ്റായി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ബട്ടർ നല്ലപോലെ ബീറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് 2 മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ആദ്യം വേറൊരു പ്ലേറ്റിലോട്ട് ഞാൻ ഒഴിച്ചു നോക്കുകയാണ്. കേടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം 2 മുട്ട മതി നമുക്ക്. 1 2 ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഒരു ഭയങ്കര സ്മൂത്തായിട്ടൊരു സാധനമായിട്ട് കിട്ടേ. അപ്പം നമ്മുടെ മുട്ടയും നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം, നമ്മുടെ മുട്ടയുടെ ആ ഒരു ഉളുത്ത മണമൊക്കെ പോകാനായിട്ട്. ഇപ്പം ഞാൻ 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 വട്ടം. ഓക്കെ, നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഒരു 180 ഡിഗ്രി. കാരണം ഇനി നമുക്ക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ, മൈദയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മാവ് അധികം നേരം വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് 180 ഡിഗ്രി കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഈ വാനില എസൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദയും പാലുമാണ്. അപ്പോൾ ഈ മൈദ ചേർക്കുമ്പം ഈ നമ്മുടെ ഈ മിക്സ് ഇച്ചിരി കട്ടിയായി തുടങ്ങും അല്ലേ. അപ്പോൾ ആ കട്ടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കും. അപ്പം മൈദ ഒരു 2 പാർട്ട് ഇടുവാണെങ്കിൽ 1 പാർട്ട് പാല് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതായത് ഓവർ അങ്ങ് ലൂസായി പോകാൻ പാടില്ല. അത് നോക്കി വേണം നമ്മൾ പാല് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കുറച്ച് മൈദ തട്ടിയിടാം. ഓക്കെ, എന്നിട്ടിത് ബീറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുറേശ്ശായിട്ട് അങ്ങ് പാൽ ഒഴിച്ചാൽ മതി. ഒത്തിരി ഒഴിക്കണ്ട, കുറച്ച്. കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. മാവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മാവ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരുപാട് ചെയ്യാതെ ഒരു സൈഡിൽ തന്നെ ബീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. നമ്മുടെ മാവ് ഇപ്പം കേക്കിൻ്റെ മാവ് ഒരു ദോശമാവ് പരുവത്തിലായി കേട്ടോ. അത്രയും ഒരു കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. പാല് കുറച്ചധികം വന്നു, 1 കപ്പ് വേണ്ടി വന്നില്ല, ഒരു 1/4 കപ്പ് പാലേ വേണ്ടി വന്നുള്ളൂ. ഇനി നമുക്കിത് ഒരു ഏകദേശം പകുതിയാക്കി എടുക്കണം. ഇതിൻ്റെ ഒരു പകുതി ഞാൻ ഒരു വേറെ പാത്രത്തിലോട്ട് ഒഴിക്കുകയാണേ. നമുക്ക് ചോക്ലേറ്റ് ബാറ്ററും വേണ്ടേ, ഒരു ഏകദേശം പകുതിയോളം ഒരു ഉദ്ദേശം വെച്ച് ഇതിൻ്റെ ഒരു ഏകദേശം പകുതി ഞാനിത് വേറെ ബൗളിലേക്ക് എടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ഇച്ചിരി കൂടെ ഒഴിച്ചേക്കാം അല്ലേ, ഒരു കളർഫുൾ ആയിക്കോട്ടെ. അപ്പം പകുതിയോളം ആയി. ഇപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒരു പകുതി എടുത്തില്ലേ, അതിലേക്ക് നമ്മൾ നമ്മുടെ കൊക്കോ പൗഡർ എടുത്തില്ലേ 2 ടേബിൾ സ്പൂൺ, അത് തട്ടിയിട്ട് കൊടുക്കുക. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ 2 ബാറ്ററായി അല്ലേ. ഒരു ഇച്ചിരി കൊക്കോ പൗഡർ ആഡ് ചെയ്തപ്പോഴത്തേക്ക് വേറെ ബാറ്ററായി. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മുടെ വാനിലയുടെ അതൊരു തവി എടുക്കുക. നമ്മുടെ കേക്കിൻ്റെ ടിൻ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു തവി ചോക്ലേറ്റ് ബാറ്റർ, വീണ്ടും അടുത്ത തവി വാനിലയുടെ,
അടുത്ത തവി ചോക്ലേറ്റ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ മാവ് ഫിനിഷ് ആവുന്നവരെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ചെയ്യാനായിട്ട്. ഡിസൈനർ ആരുവേ. ഓക്കെ, നമുക്കിതൊന്ന് പാറ്റ് ചെയ്തെടുക്കാം. തട്ടാം, അല്ലെങ്കിൽ വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിലേ അങ്ങ് പോട്ടെ. ഓക്കെ, നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഓവനിലേക്ക് വെക്കാം കേട്ടോ. ഓവനൊക്കെ പ്രീ ഹീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. നമുക്കൊരു 20-25 മിനിറ്റ് മതി. അപ്പം ഒന്ന് ടൂത്ത് പിക്കർ കൊണ്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കുക. ഓക്കെ, നമുക്ക് ആയോ നോക്കാം കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ക്ലീൻ ടൂത്ത് പിക്കാണ് കിട്ടത്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കൊന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ അടിപൊളി മാർബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടല്ലോ, ഭയങ്കര ഇതാണ്ട് ഇത്ര സോഫ്റ്റാ നോക്കിയേ, കണ്ടോ. അപ്പം കഴിച്ചു നോക്കാം. അടിപൊളി, അതെല്ലാം കറക്റ്റാണ്. വേണോ? അടിപൊളി കേക്ക്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഭയങ്കര ഈസി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, താങ്ക് യു.